കോഴിക്കോട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവൾ വണ്ടിയിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ അലുവ അങ്ങനെയുള്ള കോഴിക്കോട് സ്പെഷ്യൽ ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് മൊത്തം. അപ്പം അതിൽ അലുവ ഒന്നും ഞാൻ കഴിക്കാറില്ല, പണ്ടേ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണേ. അപ്പം ദേ ഈ ഒരു സാധനം പുളിയച്ചാറെന്നും പറഞ്ഞൊരു സാധനമാണേ. ഇത് കണ്ട മറ്റേ എന്താ നമ്മൾ പണ്ട് കഴിക്കുന്ന ആ ഒരു പുളിമിഠായി ഇല്ലേ, ആ ഒരു പുളിമിഠായിയുടെ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് ആ ഒരു ഫീലാണ് ഉണ്ടായത്. നമ്മുടെ പണ്ടത്തെ 90s കിഡ്സിൻ്റെ പുളിമിഠായി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനം കഴിച്ചവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ്. പക്ഷേ അതിൽ ഇങ്ങനെ കുരുവും സാധനങ്ങളും ഒക്കെ കാണത്തില്ലേ, ഇത് കണ്ട ഇത് പക്ഷെ അങ്ങനെയല്ല. അതെ പുളി അച്ചാറെന്ന് പറഞ്ഞില്ല, എന്തപ്പഴമാണ് കേട്ടോ. അതിൻ്റെ നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ ശർക്കര ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരു ചെറിയ മധുരവും എരിവും എല്ലാം കൂടി ചേർത്തിട്ടുള്ള, പക്ഷെ ടേസ്റ്റ് മൊത്തം ആ ഒരു ടേസ്റ്റാണ്. അപ്പം കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഇതിൻ്റെ പേര് പുളിയച്ചാറെന്നാണ്. അപ്പം കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നും പറയണേ. അതുപോലെ തന്നെ ഇതിന് വെറൈറ്റി എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ടേസ്റ്റ്, എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു ഇതുകൊണ്ടായിരിക്കും അവളത് എന്നത് വാങ്ങിച്ചു വെച്ചത്. കാര്യം എന്നെക്കാത്ത് കുറേ അച്ചാറും ഒക്കെ സ്പെഷ്യൽ എന്താ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മുടെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം തിരിച്ച് ആ ഒരു രീതിയിൽ എവിടെ നിന്നോ അറിയാത്ത ആൾക്കാർ ഒരുപാട് പേര് ഇപ്പോൾ കൂടപ്പിറപ്പുകളായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട്, 84 ബാച്ചുകളിലായിട്ട്. അപ്പം ഈ ഒരു സ്നേഹം സന്തോഷം എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. എവിടെയോ കിടന്ന നമ്മൾ ഇത്രത്തോളം സ്നേഹത്തിന് അർഹരായത്. അപ്പം ഇത് കണ്ട ഈ സാധനം അപ്പം എന്തായാലും കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ.